അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് കുടലിലുള്ള ആ ഒരു ചലനം കുറയുന്ന വഴി എന്ത് ചെയ്യും, നമുക്ക് മലബന്ധം ഉണ്ടാകും. അപ്പോൾ മാനസിക സമ്മർദ്ദം വഴി നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുളിപ്പിച്ച തൈര് അല്ലെങ്കിൽ മോര്, പഴങ്കഞ്ഞി ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ദഹന പ്രക്രിയയെ തന്നെ എന്ത് ചെയ്യും, താളം തെറ്റിക്കും. ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി കെ.ആർ, QNB ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്യാസ് ഉണ്ടാകുന്നതെന്നാണ്. ഒന്നാമത്തത്, കുടലിലെ സൂക്ഷ്മജീവികളുടെ അസന്തുലിതാവസ്ഥ വഴി. നമുക്കറിയാം, കുടലിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്, അത് കോടിക്കണക്കിനാണ്. അതിൽ തന്നെ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ദഹനത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ലാക്ടോബാസിലസ്. അതേപോലെ തന്നെ ചില ബാക്ടീരിയാസ് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ പുളിപ്പിക്കാനും നമ്മളെ സഹായിക്കും. അതിന് ഉദാഹരണമാണ് ക്ലോസ്ട്രീഡിയം, ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഒക്കെ. ഈ ഒരു പുളിപ്പിക്കൽ വഴിയും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഗ്യാസ് ഉണ്ടാകുന്നതാണ്. അടുത്തത്, നമ്മുടെ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന കാരണങ്ങളാണ്. ഭക്ഷണത്തിൽ നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കും, അതേപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ഉള്ളി, വെളുത്തുള്ളി, മധുരപാനീയങ്ങൾ അല്ലെങ്കിൽ അമിതമായ പഞ്ചസാര, കാർബൈൻ ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ തന്നെ ഈ പയറുവർഗ്ഗങ്ങളിൽ റാഫിനോസ് എന്ന് പറയുന്ന ഒരു പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ എന്താണ്, ദഹിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പഞ്ചസാരയാണ്. അതുകൊണ്ട് തന്നെ ഇവ വഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, പുളിപ്പിക്കൽ നടക്കുകയും ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ക്യാബേജ്, കോളിഫ്ലവർ. ഇതിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസിന് സ്വാഭാവികമായിട്ടും ദുർഗന്ധവും ഉണ്ടാകും. ഉള്ളിയും വെളുത്തുള്ളി, ഇത് രണ്ടിലും ഫ്രക്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഷുഗറുണ്ട്. ഈ സെൻസിറ്റീവായിട്ടുള്ള ഗട്ടുള്ളവർക്ക് ഇതെന്ത് ചെയ്യും, വയറ് വീക്ക് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഗ്യാസ് ഉണ്ടാക്കാനും കാരണമാവും. പിന്നെ കാർബണേറ്റ് ഡ്രിങ്ക്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, അതിൽ ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഗ്യാസിൻ്റെ അളവ് കൂടുകയും അതുവഴി ഗ്യാസ് ട്രബിൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തത് വ്യായാമക്കുറവാണ്. അപ്പോൾ നമ്മുടെ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുടലും എന്ത് ചെയ്യണം, ചലനം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് കുടലിലുള്ള ആ ഒരു ചലനം കുറയുന്ന വഴി എന്ത് ചെയ്യും, നമുക്ക് മലബന്ധം ഉണ്ടാകും. അതും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അടുത്തത് മാനസിക സമ്മർദ്ദമാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം വഴി നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുന്നതാണ്. ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ദഹന പ്രക്രിയയെ തന്നെ എന്ത് ചെയ്യും, താളം തെറ്റിക്കും. അതുവഴി നമുക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു ഗട്ടും നമ്മുടെ ബ്രെയിനുമായിട്ടൊരു നേരിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളത്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇതും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് പുകവലിയാണ്. അപ്പം പുകവലിക്കുന്നത് വഴി നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ശ്വസിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എയറോഫേജിയ എന്നാണ് പറയുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പുകവലി ഉണ്ടാകുമ്പോൾ അതിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലും നമ്മുടെ ശരീരത്തിലെത്തും. ഇത് നമ്മുടെ ആമാശയത്തിൻ്റെ പാളികളെയൊക്കെ നശിപ്പിക്കുകയും അതുവഴി ഗ്യാസ്ട്രൈറ്റിസും അൾസറൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കാരണമാക്കുന്നു. ഇനിയുള്ളതൊരു റീസൺ എന്ന് പറയുന്നത് മലബന്ധമാണ്. നമ്മുടെ ശരീരത്തിൽ എത്ര നേരം ഈ മലം നിൽക്കുന്നുവോ അത്രയും നേരം നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദിവസവും രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തത്, രാവിലെ തന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത്. ദിവസവും 1 തൊട്ട് 2 ഗ്ലാസ് വരെ ഇളം ചൂടുവെള്ളം നമ്മൾ വെറും വയറ്റിൽ തന്നെ കുടിക്കാം. അതിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയോ ചേർക്കാവുന്നതാണ്. അതുവഴി നമ്മുടെ ദഹന പ്രക്രിയയെ നന്നാവുകയും മലബന്ധം കുറയുകയും ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് മലവിസർജനം ശീലമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മല എത്ര നേരം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നുവോ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ ശ്വാസം ഉള്ളോട്ടെടുത്ത് നമ്മുടെ വയറ് പൊങ്ങുന്നത് വരെ നമ്മളത് ശ്രദ്ധിക്കുക. അതിനുശേഷം പയ്യെ ഈ ഒരു ശ്വാസം നമ്മൾ പുറത്തേക്ക് എടുക്കുക. അത് നല്ലതാണ് നമ്മൾ പരിശീലിക്കുന്നത്. അതേപോലെ തന്നെ ദിവസവും ഒരു 10 തൊട്ട് 20 മിനിറ്റ് വരെ നടത്തം ശീലിപ്പിക്കുന്നത്. അപ്പം നടക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ക്യാറ്റ് ആൻഡ് കൗ പോസോ അല്ലെങ്കിൽ പവനമുക്താസനോ വജ്രാസനോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ യോഗകളാണ്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇവ വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഒരു അമിതമായിട്ടുള്ള ഗ്യാസ് നമുക്ക് പുറന്തള്ളാൻ പറ്റും. അടുത്തത്, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പ്രോബയോട്ടിക്സിനെ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുളിപ്പിച്ച തൈര് അല്ലെങ്കിൽ മോര്, പഴങ്കഞ്ഞി ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം.
ഇവയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ദഹന പ്രക്രിയ നന്നാക്കുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണശീലം. രാവിലെ തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങളായ ഓട്സ്, അതല്ലെങ്കിൽ ഇഡ്ഡലി, പഴം, മുട്ട ഇവയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എപ്പോഴും അളവ് കുറച്ച് മാത്രം കഴിക്കാനും ശ്രദ്ധിക്കാം. അപ്പം ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതശൈലികൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.